അല്ല, അത് കോൺഗ്രസ് അതിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അവർക്ക് അവരുടേതായ രീതിയുണ്ടല്ലോ. അവരുടെ ഹൈക്കമാൻഡ് അല്ലേ, അവർ തീരുമാനമെടുത്തു. UDF യോഗം ചേർന്ന് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് UDF ചെയർമാനെ ഇത് സംബന്ധിച്ച് കോൺഗ്രസ് എടുക്കുന്ന തീരുമാനം എന്നുള്ള നിലയിൽ അധികാരപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവസാനം അവരെടുക്കുന്ന തീരുമാനം UDF കക്ഷികൾ അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ രാഷ്ട്രീയ സാഹചര്യം. അങ്ങനെയാണല്ലോ പൊളിറ്റിക്കൽ മെത്തേഡ്. അതുകൊണ്ട് ഈ പ്രഖ്യാപനത്തിൻ്റെ മുമ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ആയിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ആശയവിനിമയം ഞങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. UDF ചെയർമാനായിട്ടും സംസാരിച്ചിരുന്നു. അവരുടെ അവസാന തീരുമാനം അവർ തങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വൈകുന്നേരം ഷെയ്ഖ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അവർ അറിയിച്ചിരുന്നു പ്രഖ്യാപനത്തിൻ്റെ മുമ്പ്. മറ്റു ഘടകകക്ഷികളെയും അറിയിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാം സ്വാഭാവികമായ നടപടിക്രമങ്ങൾ പാലിച്ച് അവർ എടുത്ത തീരുമാനമാണ്. അവർക്ക് തീരുമാനം എടുക്കാൻ പിന്നെ അവകാശമുണ്ടല്ലോ. അത് ആ തീരുമാനം അവരെടുത്തു, അത്രേ ഉള്ളൂ. അല്ല, സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യത ഉണ്ട്. കാരണം സ്ഥാനാർത്ഥി എപ്പോഴും ഒരു മുന്നണിയുടെ പ്രതിനിധിയല്ലേ. അവിടെ UDF നല്ല വിജയ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലുണ്ടായ രാഷ്ട്രീയ സാഹചര്യം ഇപ്പം ഇല്ല. ഇപ്പോൾ സ്വാഭാവികമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടുള്ള വികാരം ഉണ്ട് എന്നാണ് ഞങ്ങളെ വിലയിരുത്തൽ. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൽ 60,000-ത്തിലധികം ഭൂരിപക്ഷമുള്ള മണ്ഡലമല്ലേ. സ്വാഭാവികമായി UDF മേൽക്കൈ ഉണ്ട്. UDF സ്ഥാനാർത്ഥി വിജയിക്കും, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ കണ്ടല്ലോ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു പേരിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് പല പേരുകൾ ഉണ്ടാവല് എലക്ഷൻ തീരുമാനത്തിന് മുമ്പ് സ്വാഭാവികമല്ലേ. അതിലെന്താ പുതുമ? ഒരു മണ്ഡലത്തിൽ ഒന്നിലധികം പേരുകൾ വരും, അത് ചർച്ച ചെയ്യും, ഓരോ കക്ഷികൾ ഓരോ നിലപാട് പറയും. അൻവർ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി ആണല്ലോ. അൻവറിൻ്റെ അത് പറയാൻ, അൻവറിൻ്റെ അഭിപ്രായങ്ങൾ പറയാം. അവസാനം അതിലൊരു സമന്വയം ഉണ്ടാവും. ആ നിലയിലാണല്ലോ കാര്യങ്ങൾ പോവുക. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. UDF ഒരു തീരുമാനമെടുത്തു. അപ്പോൾ അൻവറിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പൊതുവായി ഒരു സമന്വയം ഉണ്ടാവും എന്നാണ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷനിൽ പിന്നെ എനിക്ക് തോന്നുന്നു UDF ഒറ്റക്കെട്ടായിരിക്കും. അൻവർ UDF സഹകരിക്കും എന്നാണ് പറയുന്നത്. സംസാരിച്ചിട്ടുണ്ടായിരുന്നു പല ഘട്ടങ്ങളിൽ. അപ്പം അൻവർ ഇപ്പോഴും വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് VS ജോയിക്ക് ഗോഡ് ഫാദർ ഇല്ലാത്തത് കൊണ്ടാണ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാതിരുന്നത്. മാത്രമല്ല, ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ഷൗക്കത്തിന് ഒരിക്കലും പിണറായിത്തെ തോൽപ്പിക്കാനാകില്ല എന്ന കാര്യം പറയുന്നത്. കാരണം ഇടതുപക്ഷവുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാകാൻ മുന്നിരുന്നതാണ് ഒരാളാണ് എന്ന അർത്ഥമുള്ള കാര്യമാണ്. അതിനെങ്ങനെയാണ് നോക്കി? കാരണം അതെല്ലാം സഹകരിക്കുക എന്ന് പറഞ്ഞിട്ട് അല്ല, ഇതൊക്കെ എനിക്ക് നന്നായി എൻ്റെ ലിമിറ്റിൽ നിൽക്കാൻ അറിയാം. ഞാൻ എൻ്റെ ലിമിറ്റുകളൊന്നും ക്രോസ് ചെയ്യില്ല. അതൊന്നും ഞാൻ മറുപടി പറയേണ്ട ക്വസ്റ്റ്യൻസ് അല്ല. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് പിന്നെ കോൺഗ്രസിനോട് ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ ബന്ധപ്പെട്ടവരോട് ചോദിക്കാം. അൻവർ ധാരാളം ചർച്ച നടത്തിയിരുന്നു, സംസാരിച്ചിരുന്നു, ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ UDF കോഴിക്കോട് ചേർന്ന UDF പിന്നെ അൻവറിനെ സംബന്ധിച്ചുള്ള ചർച്ച വിശദമായി നടന്നല്ലോ. അതിനുശേഷമുള്ള നിലപാട് UDF പറയുകയും ചെയ്തു. UDF ചെയർമാൻ അധികാരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ മുമ്പ്, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് പല ചർച്ചകളും പല തട്ടിൽ നടന്നിട്ടുണ്ട്, നടക്കുക സാധാരണയാണ്. അഭിപ്രായങ്ങൾ പലതും വന്നിട്ടുണ്ടാവും. ഇനി എല്ലാവരും ഒരു തീരുമാനത്തിലേക്ക് വരും എന്നാണ്
UDF പ്രതീക്ഷിക്കുന്നത്. ഈ പ്രകാശത്തിന് പറഞ്ഞുകൊണ്ട് അൻവർ പുറത്തേക്ക് വരികയും ഇപ്പൊ അൻവർ തന്നെ ഷൗക്കത്ത് വലതുപക്ഷത്തെ ഇടതുപക്ഷവാദി എന്നാണ് ഷൗക്കത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചർച്ചയാവില്ല, ആളുകൾ നോക്കിക്കാണും. അല്ല, നിങ്ങൾക്ക് ഇതൊക്കെ ചർച്ച ആക്കാം, ചർച്ച ആവും എന്ന് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഞങ്ങൾ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞുകൊള്ളണം എന്നില്ല. ഞങ്ങളിപ്പോൾ ഇനി തെരഞ്ഞെടുപ്പിൽ മുഴുകാൻ പോവല്ലേ. നാളെ UDFൻ്റെ നേതാക്കളൊക്കെ വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ അവരോട് ചോദിക്കാം. ലീഗിൻ്റെ ഒരു വക്താവ് അതിൻ്റെ ലിമിറ്റിൽ നിന്നേ സംസാരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആലോചിച്ച് തീരുമാനം പറയുന്നവരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻസും അതുവരെ പെൻഡിങ്ങിൽ വെക്കുക. അല്ല, അങ്ങനെ പിന്നെ ഫോർകാസ്റ്റ് ഒന്നും പറയേണ്ട വിഷയങ്ങളല്ലല്ലോ. അത് അവരാലോചിച്ച് അവർ പറയട്ടെ. അപ്പം നമുക്കറിയാം. മത്സരിക്കുന്ന സാധ്യത കാണുന്നില്ല. 2 ദിവസം മണ്ഡലത്തിലെ സ്ഥിതിഗതികൾ പരിശോധിച്ചതിന് ശേഷം മാത്രം മത്സരിക്കണോ വേണ്ടേ. ഞാനതാ പറഞ്ഞത്. ആ വിഷയം സംബന്ധിച്ച് പറഞ്ഞ പോലെ അവരെന്ത് പറയുന്നു എന്ന് 2 ദിവസം കാത്തിരുന്ന് നമുക്ക് നോക്കുക എന്നല്ലാതെ അതിനെപ്പറ്റി ഒരു പ്രവചനം നടത്താൻ ഞാൻ ആളല്ല. പക്ഷേ UDF ഒറ്റക്കെട്ടായി, കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു, ഇനി UDF ഒറ്റക്കെട്ടായി നിൽക്കും. അൻവർ അതിനോട് സഹകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ അൻവറും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ബാക്കിയുള്ളവരോട് സംസാരിച്ച് മുന്നോട്ട് പോകും. ഇതാണ് പൊതുവായി UDF എടുത്ത നിലപാട്. ലീഗുമായിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ, ഞാൻ നിഷേധിച്ചില്ലല്ലോ. അല്ല, അങ്ങനെ ലീഗിന് മധ്യസ്ഥ റോളൊന്നുമില്ല. അതായത് UDFലെ എല്ലാ കക്ഷികളുമായിട്ടും പിന്നെ സംസാരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങളോടും സംസാരിച്ചിട്ടുണ്ട്. UDFൻ്റെ കോഴിക്കോട് ചേർന്ന യോഗം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. UDFൻ്റെ ചെയർമാനെ അത് സംബന്ധിച്ച് അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് അത് സംബന്ധിച്ചുള്ള നിലപാട് ഇന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും പറഞ്ഞല്ലോ, പ്രതിപക്ഷതാവ് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം വൈകാതെ ഉണ്ടാവും എന്ന് UDF ചെയർമാൻ പറഞ്ഞില്ലേ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനതിന് മറുപടി പറയും. അതിന് ഞാനൊരു മറുപടി പറഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ ഞാൻ നിൽക്കുന്നു. ഇപ്പം ഇത്രേ പറയാനുള്ളൂ. അതിൻ്റെ അപ്പുറം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിൻ്റെ ഉദ്ദേശം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ കെണിയിൽ വീഴൂല. അല്ല, അതൊന്നും പറയില്ല. അതിൻ്റെ ഒക്കെ അത് എങ്ങനെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യും എന്ന് നന്നായി അറിയാവുന്നവനാണ് ഞാൻ. അല്ല, അത് ഇനിയിപ്പോൾ ആവർത്തിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അതൊക്കെ ഇനിയിപ്പോൾ ഇത് ഇതിപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ UDF വ്യക്തമായ തീരുമാനമെടുത്തു. ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിലുണ്ട്. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് പിന്നെ മറുപടി പറഞ്ഞ് ഇലക്ഷനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള മറുപടികളൊന്നും എൻ്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട. അത് ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾക്ക് നല്ല ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ വിജയിക്കും. UDF സ്ഥാനാർത്ഥി ഇന്നത്തെ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും നിലമ്പൂരിൽ ഭൂരിപക്ഷത്തിന് ജയിക്കും. ജാതിയും മതവും അതും ഇതുമൊക്കെ പിന്നെ അത്ര കേരളത്തിൽ പിന്നെ പ്രകടമാവില്ല. നമുക്കറിയാലോ. അത് പിന്നെ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് അങ്ങനത്തെ ഒരു അഭിമാനം നമുക്കുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉള്ളൊരു വിഷയം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള അഭിപ്രായം തന്നെയാണുള്ളത്. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇടതുപക്ഷം ഇതുവരെ സംബന്ധിച്ചൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. BJP മത്സരിക്കണം എന്ന കാര്യത്തിൽ പോലും ഇതുവരെ തീരുമാനത്തിലെത്തിയിട്ടില്ല. എന്നാൽ അതേ സമയത്ത് നിലമ്പൂരിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഈ ചെറുകക്ഷികൾ, പ്രത്യേകിച്ച് SDP ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പ്രാധാന്യം വലുതാണ്. കഴിഞ്ഞ വർഷം 3000 വോട്ട് സ്വന്തമാക്കിയിട്ടുള്ള ആൾക്കാർ. അപ്പം ഇതെങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാനിപ്പോൾ ഇപ്പോൾ BJP എന്ത് ചെയ്യും, ഇടതുപക്ഷം എന്ത് ചെയ്യും എന്നൊക്കെ കൂടി വക്കാലത്തെടുക്കാൻ പോയാൽ അത് ശരിയാവില്ല. അതൊക്കെ അവർ പറയട്ടെ. എന്നിട്ട് അവസാനം നമുക്ക് നോക്കാം. അതല്ലാതെ ഈ ഇലക്ഷൻ്റെ മുഖത്തിൽ നിന്ന് കൂടുതൽ പറയാൻ വയ്യ. ഓക്കെ.